പശ്ചിമേഷ്യൻ സംഘർഷം 36-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ദിവസം ദുബായ് എമിറേറ്റിൽ നിന്നും 2 സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലും ദുബായ് മറീനയിലുമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്റർനെറ്റ് സിറ്റിയിൽ ഈ ഏരിയൽ ഇന്റർസെപ്ഷനിടെ മിസൈൽ അവശിഷ്ടങ്ങൾ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് മുൻവശത്തേക്ക് വീഴുകയായിരുന്നു. ഒറാക്കിൾ ബിൽഡിങ്ങിന് മുൻവശത്തേക്കാണ് അവശിഷ്ടങ്ങൾ വീണതെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ആർക്കും പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ടീം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ദുബായ് മറീനയിലും സമാനമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏരിയൽ ഇന്റർസെപ്ഷനിടെ മിസൈൽ അവശിഷ്ടങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗത്തേക്ക് വീഴുകയായിരുന്നു. അഗ്നിബാധയോ ആർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമോ ഒന്നും ഇവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം അബുദാബി ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിലുണ്ടായ ഈ അവശിഷ്ടങ്ങൾ വീണുണ്ടായ ഒരു അപകടത്തില് അഗ്നിബാധയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഒരു ഈജിപ്ഷ്യൻ പൗരൻ മരണമടഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. 4 പേർക്ക് ഇവിടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 പാകിസ്ഥാനികൾക്കും 2 ഈജിപ്ഷ്യൻ പൗരന്മാർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം UAE-യിലേക്ക് മാത്രമല്ല മിക്ക GCC രാജ്യങ്ങളിലേക്കും കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് 9 മിസൈലുകളും 126 ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇനി ബഹറിലേക്ക് പോയാൽ ബഹറിലെ സിത്രയിലെ അവിടെ മിസൈൽ ഇന്റർസെപ്ഷനിടെ 4 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൗരന്മാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് ഇവിടെ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ ഈ എമർജൻസി ടീം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ബഹ്റൈനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പുതിയ ഷിപ്പ് കൂടി ഈ ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെ കടന്നു വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഗ്രീൻ സാൽവി എന്ന കപ്പലാണ് 46,000 മെട്രിക് ടൺ LPG-യുമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെയും IRGC-യുടെ ഒക്കെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ഷിപ്പ് സുരക്ഷിതമായി ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് പിന്നിടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഇന്ത്യയുടെ മാത്രമല്ല, ഇന്ന് ഫ്രാൻസിന്റെയും ജപ്പാന്റെയും കപ്പലുകൾ ഹോർമൂസ് സ്ട്രെയിറ്റ് കടന്നു എന്ന് സൂചിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ മറ്റൊരു യുദ്ധവിമാനം കൂടി തകർന്നു വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് തകർന്നു വീണതാണോ വെടിവെച്ചിട്ടതാണോ എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല. ക്രൂ മെമ്പറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അധികൃതർ നൽകുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഇന്നലെ തങ്ങളുടെ വ്യോമപരിധിയിൽ വെച്ച ഒരു അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതായി അവർ തന്നെ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഈ ക്രൂ മെമ്പറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ IRGC ശക്തമാക്കി. സിവിലിയന്മാരോടും ഈ ക്രൂ മെമ്പറിനെ കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം അവർ നൽകിയതെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ഒരു F-15 ജെറ്റ് വിമാനം തകർത്തിട്ടു ഇറാൻ. പക്ഷെ അതൊന്നും ഇറാനുമായുള്ള ഒരു ഡീലിലേക്ക് അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പൊ അതിനെ ബാധിക്കില്ല എന്ന് പറയുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഹോർമൂസിൽ ഇനി ഞങ്ങൾ ഇടപെടില്ല, ആവശ്യമുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണോ അവർ വേണമെങ്കിൽ ഹോർമൂസ് തുറന്നുകൊള്ളട്ടെ എന്നുള്ളതായിരുന്നു. അപ്പൊ അതിലൊരു ഡീവിയേഷൻ വരുത്തിയിട്ടുണ്ട്. ഹോർമൂസ് കുറച്ച് സമയത്തിനകം തങ്ങൾക്ക് തുറക്കാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു ഡീവിയേഷൻ, ചെറിയ രീതിയിലുള്ള വ്യത്യാസം അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ട്രംപ് ഇങ്ങനെ ഓരോ സമയവും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുമായി സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് ഇറാനും ഇസ്രയേലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം കടുപ്പിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിനുള്ള സാധ്യതകൾ ഇനിയും കാണുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. 36-ാം ദിവസം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്.